ചില ദിവസം അങ്ങനെയാണ് എന്നാ പറയാ. എങ്ങനെയാണെന്നല്ലേ, ഇത് ഇന്നത്തെ എൻ്റെ രണ്ടാമത്തെ ബിരിയാണിയാ. രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരി ബിരിയാണി കൊണ്ടുവന്നു. അത് ഫിഷ് ബിരിയാണിയാണ്. ഇതെന്താ? ചിക്കനാ? ബീഫാണ്. ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും. അവിടെ മീൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും പായസവും ആയിരുന്നു. അപ്പം ഉച്ചക്ക് അവിടുന്ന് തിന്ന് രാത്രി ഫുഡ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ അവിടുന്ന് ചോറ് കൊടുത്തുവിടുന്നത്. അപ്പം രാത്രി ബിരിയാണി. ചില ദിവസങ്ങളിൽ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പം ഏത് ബിരിയാണിക്കാ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് ഫിഷ് ബിരിയാണിയാണ്. അതിൻ്റേതായിട്ടുള്ള ഫിഷ് ബിരിയാണിക്ക് അറിയാമല്ലോ, പ്രത്യേകിച്ച് മസാലയൊക്കെ ആയിരിക്കും, ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ആഗോലിയോ അയക്കൂറ എന്തോ ഒന്നായി. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ആയിരുന്നു, ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെയാണ്. അപ്പം ആ ബിരിയാണീൻ്റെ ഭാഗോടിയും ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താം. ഞാൻ കഴിച്ചു എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ലല്ലോ. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എത്ര പേര് കണ്ടു ഇല്ല എന്നുള്ള അറിയില്ല. അപ്പോൾ ആ വീഡിയോയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം മനസ്സിലാവും. അപ്പോൾ ഓക്കെ, ഞാൻ കഴിക്കാം. അങ്ങനെ രാവിലെ കൂട്ടുകാരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോറാണ് കേട്ടോ ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് കണി കണ്ടത് ആരെയാണോ എന്തോ എന്ന് എനിക്കറിയില്ല. ഉച്ചക്കൊരു തരം ബിരിയാണി, വൈകിട്ട് വേറൊരു തരം ബിരിയാണി. ഇതെന്ന് വെച്ചാൽ നല്ല ആഗോലി ബിരിയാണി ആയിരുന്നു. ആഗോലിയാണോ അയക്കൂറയാണോ എന്നുള്ള എനിക്കിപ്പോഴും കൺഫ്യൂഷനാട്ടോ. അപ്പം എനിക്ക് മീനിൻ്റെ ഇത് അറിയില്ല, വാപ്പ പറഞ്ഞു തന്ന ഒരു ഓർമ്മയാണ്. അപ്പം എന്താണെന്നുള്ളത് കറക്റ്റ് എനിക്കറിയില്ല. ഏതായാലും ഈ രണ്ട് മീനിൽ ഏതോ ഒന്നാണ്. അപ്പം നല്ല എന്താ പറയുക, ചോറും ഈ നമ്മൾ മീൻ ബിരിയാണിക്കൊരു സ്പെഷ്യലാണല്ലോ ചോറും ഉണ്ടാവുക. അപ്പം ഇതാണ് ഉച്ചക്ക് തിന്ന ബിരിയാണി. അപ്പോൾ ഉച്ചക്കും ബിരിയാണി, രാത്രിയും ബിരിയാണി, എന്താ അല്ലേ. കൊളസ്ട്രോളൊക്കെ വരാൻ ഇത് മതി എന്ന് തന്നെ പറയാം. ഇതിലും ചിക്കൻ പൊരിച്ചതുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ചിക്കൻ പൊരിച്ചത് ഞാനങ്ങനെ എടുത്തില്ല. മീൻ കണ്ടപ്പം പിന്നെ ചിക്കനിലേക്ക് ഒരു എന്താ പറയുക, മനമാറ്റം പോലെ ചിക്കൻ കഴിക്കാതെ മീൻ തന്നെ കഴിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ രണ്ട് ബിരിയാണീനെയും വെച്ച് നോക്കുക വെച്ചാൽ രണ്ടും രണ്ട് ടേസ്റ്റാണ്. പക്ഷേ രണ്ടും ഓക്കെ ആട്ടോ. രണ്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, രണ്ട് ഫങ്ഷനായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അത് ഭയങ്കര ഒരു വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പം അങ്ങനെയാണ് ഉച്ചക്കത്തെ ബിരിയാണീൻ്റെ വിശേഷങ്ങൾ. ചിക്കൻ പൊരിച്ചത്, പായസം. അങ്ങനെ ബാപ്പ ഫുഡ് കഴിക്കുന്നതും കണ്ടില്ലേ. അതും കഴിഞ്ഞ് ഒരു പായസവും, അടിപൊളി പായസമായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലാത്ത പായസം. അപ്പം ഇന്ന് ഏത് കുംഭകർണനെയാണോ കണി കണ്ടത്, ആ കുംഭകർണനെ തന്നെ നാളെയും കണി കാണണേ എന്ന് പ്രാർത്ഥനയോടുകൂടെ കിടക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭനിദ്ര.